കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള വീഡിയോയിലാണ് നടപടി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിജീവിത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇത് മാർട്ടിൻ നേരത്തെ ഇട്ട വീഡിയോ ആണ്, പക്ഷേ ഇത് വ്യാപകമായി പ്രചരിച്ചത് ഈ കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ്. പ്രതീഷ്, അർജിത്ത്, തീർച്ചയായും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ വലിയ സൈബർ ആക്രമണം അതിജീവിതയ്ക്ക് നേരിടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നവരെയും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടിയിലേക്ക് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഒപ്പമുണ്ട്, മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കേസ് എടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ മാർട്ടിൻ ആന്റണി ഈ വിചാരണ ഘട്ടത്തിൽ ആ സമയത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോയാണ്. വിചാരണ കോടതി ഉൾപ്പെടെ തള്ളിയ വാദങ്ങളാണ് ആ വീഡിയോയിൽ മാർട്ടിൻ ആന്റണി പറയുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഒപ്പം പ്രമുഖരടക്കം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ശക്തമായ നിയമ നടപടിയുമായി പോലീസും മുന്നോട്ട് നീങ്ങുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.